പഴശ്ശി ഇറിഗേഷൻ വകുപ്പിന് കീഴിൽ തളിപ്പറമ്പ് നഗരസഭയിലെ പ്ലാത്തോട്ടത്തുള്ള സ്ഥലത്തെ അപകടാവസ്ഥയിലുള്ള കൂറ്റൻ കുടിവെള്ള ടാങ്ക് പൊളിച്ചു നീക്കണമെന്ന ആവശ്യം ശക്തം. റോഡരികിൽ അരയാൽ മരം കെട്ടിപ്പിടഞ്ഞു കിടക്കുന്ന കോൺക്രീറ്റ് ടാങ്ക് സമീപവാസികൾക്കും വാഹനങ്ങൾക്കും വഴിയാത്രക്കാർക്കും ഒരുപോലെ ഭീഷണിയായി മാറിയിരിക്കുകയാണ്. തളിപ്പറമ്പ് നഗരസഭയിലെ 7-ാം മൈൽ വാർഡിലെ പ്ലാത്തോട്ടത്ത് 4.5 ഏക്കർ സ്ഥലമാണ് ഇറിഗേഷൻ വകുപ്പിന് കീഴിലുള്ളത്. നേരത്തെ പഴശ്ശി ഇറിഗേഷൻ ഓഫീസും ജീവനക്കാരുടെ ക്വാർട്ടേഴ്സുകളും പ്രവർത്തിച്ചിരുന്ന ഈ സ്ഥലത്ത് റോഡിനോട് ചേർന്ന ഭാഗത്താണ് കിണറും വലിയ കോൺക്രീറ്റ് വാട്ടർ ടാങ്കും ഉള്ളത്. തൂണുകളിൽ സ്ഥിതി ചെയ്യുന്ന ടാങ്കാണ് ഇപ്പോൾ അപകടാവസ്ഥയിലായത്. ടാങ്കിന് മുകളിൽ വളർന്ന അരയാൽ മരത്തിന്റെ വേരുകൾ തൂണുകളെ വരിഞ്ഞു മുറുക്കി താഴേക്ക് വളർന്നിരിക്കുകയാണ്. കൂവോട് ഭാഗത്തേക്കും തിരിച്ചും നിരവധി വാഹനങ്ങളാണ് ദിവസേന ഇതുവഴി കടന്നു പോകുന്നത്. വിദ്യാർത്ഥികൾ ഉൾപ്പെടെ നിരവധി ആളുകൾ കാൽനടയായും കടന്നു പോകുന്നുണ്ട്. ഈ റോഡിനോട് ചേർന്നാണ് ഏതു നിമിഷവും തകർന്നു വീഴാവുന്ന നിലയിൽ കോൺക്രീറ്റ് ടാങ്ക് നിലനിൽക്കുന്നത്. നിരവധി കാലമായി ടാങ്ക് പൊളിച്ചു നീക്കണമെന്ന് ആവശ്യപ്പെടുന്നുണ്ടെങ്കിലും അധികൃതരുടെ ഭാഗത്തുനിന്നും യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ലെന്ന് നാട്ടുകാർ പറയുന്നു. അടിയന്തരമായിട്ട് ഈ വാട്ടർ ടാങ്കും ഇതിൽ പടന്നു കയറിയ മരവും മുറിച്ചു നീക്കണം. ഒരുപാട് വാഹനങ്ങളും കുട്ടികളും ഇതിലേക്കൂടെ പോകുന്നതാണ്. എപ്പം ഇത് ഈ കാറ്റും മഴയാണ്. അതുകൊണ്ട് അധികൃതരുടെ ശ്രദ്ധ ഇതിൻ്റെ മുകളിലേക്ക് വേണം എന്ന് പറയുന്നു. തളിപ്പറമ്പ് നഗരസഭ മുൻകൈയെടുത്ത് ഇങ്ങനെയുള്ളൊരു അപകട സാധ്യതയെക്കുറിച്ച് പഴശ്ശി അധികൃതർക്ക് ഇതിനു മുമ്പ് തന്നെ നിവേദനം സമർപ്പിച്ചിട്ടുണ്ട്. അതിൻ്റെ മേലെ തീരുമാനമാകാത്ത പശ്ചാത്തലത്തിൽ ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടർക്കും RDOക്കും ഉൾപ്പെടെ ഇപ്പോൾ അതിൻ്റെ ഫയൽ അയച്ച് അതിന് മേലെ തുടർ നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അങ്ങേയറ്റം ഒരു അപകട സാധ്യത നാം മുന്നിൽ കാണുന്നു. ഇതിനുവേണ്ടി സത്വര നടപടികൾ സ്വീകരിക്കണമെന്ന് ബന്ധപ്പെട്ടവരോടെല്ലാം ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു. ഇനിയും വൈകിയാൽ വലിയ അപകടമാണ് ഉണ്ടാവുകയെന്നും ബന്ധപ്പെട്ടവർ അടിയന്തരമായി ഇടപെട്ട് അപകടാവസ്ഥയിലുള്ള ടാങ്ക് പൊളിച്ചു നീക്കണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. ന്യൂസ് ബ്യൂറോ, തളിപ്പറമ്പ്.